നമസ്കാരം. RVSന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് ഇൻ സോൾവിങ് LPP, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ്. നമുക്ക് എക്സാമിന് ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പടം വരയ്ക്കണം എന്ന് മനസ്സിലായല്ലോ. ആ പടത്തിന് നമുക്ക് 2 മാർക്ക് കിട്ടും. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫുൾ മാർക്ക് കിട്ടുന്ന പ്രോബ്ലമാണ്. അതുകൊണ്ട് കുറച്ച് വേണമെന്ന് വെച്ചിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് കേട്ടോ. അപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല. ഒരു പ്രോബ്ലം കിട്ടി അങ്ങനെ ചെയ്യാമെന്ന് പറയാം. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത മാനുഫാക്ചർ പ്രൊഡ്യൂസേഴ്സ് 2 types ഓഫ് മെഷീൻ M1 M2 ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് തന്ന ഈ ക്വസ്റ്റ്യൻ്റെ LPP ഞാനിങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുപോലെ കഥ തന്നിട്ട് ഫോം LPP ആൻഡ് സോൾവ് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പടം വരച്ചിട്ട് ആദ്യം LPP ഫോം ചെയ്യണം, എന്നിട്ട് സോൾവ് ചെയ്യാനായിട്ട് പടം വരയ്ക്കണം. ഓക്കെ, അപ്പം നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്നിട്ട് സോൾവ് എന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സോൾവ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ LPP എഴുതി നിർത്തരുത്. അടുത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന കഥയാണ് അവിടെ ചെയ്യേണ്ടത്. സോൾവ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള എല്ലാ കൺസ്ട്രെയിൻറ്റും എടുക്കുക. ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇൻഇക്വാലിറ്റി. നമ്മളതിനെ ഈക്വൽ ടു എന്നാക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്തുവാണ്? 4x1 + 2x2 ഇസ് ഈക്വൽ ടു 80 എന്നെഴുതി. ആ കൺസ്ട്രെയിൻറ്റിന് എനിക്ക് ഫിഗറിൽ പടത്തിൽ വരയ്ക്കണം. വരയ്ക്കാൻ വേണ്ടി എനിക്ക് ചുമ്മാ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടുത്തെ ആക്സിസ് എന്തൊക്കെയാണ്? x1 ഇതാണ്, x1 x2 2 വേരിയബിളുള്ളൂ. സോ x ആക്സിസ് y ആക്സിസ്, നമ്മളിത് x1 ആക്സിസും ഇത് x2 എന്ന് പറയുന്ന ആക്സിസും. അപ്പം ഈ ഒരു ഫിഗർ വരയ്ക്കണമെങ്കിൽ x1ഉം x2 എന്ന് പറയുന്ന ആക്സിസിൽ ആ പടം ഇവിടെ കൂടെ പാസ് ചെയ്ത് പോകണമെന്ന് അറിയണ്ടേ? എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലായിക്കോളൂ. നമ്മൾ ഈ വരയ്ക്കുന്നതെല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. കാരണം ഡിഗ്രി 1 ഉള്ളതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഒരിക്കലും സ്ക്വയർ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എല്ലാം വരയ്ക്കുമ്പോൾ എല്ലാം എന്തേ വരത്തുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻസേ വരത്തുള്ളൂ. അപ്പോൾ 4x1 + 2x2 പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ, സ്കൂൾ ക്ലാസ്സിൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അതേപോലെ നമ്മൾ ഈ ഗ്രാഫിനകത്ത് ഞാൻ ഈ ഇക്വേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് x1 x2 എന്ന് പറഞ്ഞ് ഞാൻ വാല്യൂ കൊടുക്കുക. അത് x1 x2. x1ന് 0 കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് x1ന് 0 കൊടുത്ത ഇക്വേഷൻ എന്തായി മാറും? 2x2 = 80 എന്നാവും അല്ലേ? അപ്പം x2 = എന്താവും? 40 എന്നാവും. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്, അപ്പോൾ ഈ പോയിൻ്റ് എവിടെയാണ് കുഞ്ഞുങ്ങളെ വരിക? 0, 40 എന്ന് പറഞ്ഞാൽ നമ്മുടെ x ആക്സിസിലെ പോയിൻറ്റിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സാധാരണ എഴുതാറ്? 0,1 എന്നാണോ? അല്ല, 1,0. ഇതിപ്പം ശരിക്കും എങ്ങനെയാണ്? 1,0, 2,0, 3,0 അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാറ്. അതുപോലെ y ആക്സിസിലെ പോയിൻ്റൊക്കെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മാർക്ക് ചെയ്യാറ്? 0,b, 0,2, 0,3 അല്ലേ? x എന്ന് പറയുന്ന ഇപ്പോൾ ഓർഡേർഡ് പെയർ x, y എന്ന് എടുക്കുമ്പോൾ നമ്മളിവിടെ ഓർഡേർഡ് പെയർ x, yക്ക് പകരം x1, x2 എന്നാണ് എടുക്കുക. അപ്പം നിങ്ങൾ അത് നോക്കി മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം 0,40 എന്ന് പറയുന്നത് എനിക്ക് വരേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ എല്ലാവരെയും ഇതിപ്പോൾ 10 ആണെന്ന് വിചാരിക്കാം. 20, ഇതിപ്പോൾ 10, 20. അത് 10 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? ഇത് 10,0, 20 എന്ന് പറഞ്ഞാൽ 20,0 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ 0,40 എന്ന് പറയുന്ന പോയിൻ്റ് വരേണ്ടത് ഇത് 0,10. ഇവിടെയാണെങ്കിലോ 0,20. ഇവിടെ വരുന്നത് 0,30. ഇവിടെ വരേണ്ടത് 0,40. അപ്പോൾ ഈ 0,40 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരേണ്ടതെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിക്കേ, ഞാൻ x2 എന്ന് പറയുന്ന ആക്സിസിൽ എവിടെ ടച്ച് ചെയ്യുന്ന അറിയാൻ x2ന് 0 കൊടുക്കും. x2ന് 0 കൊടുക്കുമ്പോൾ എൻ്റെ x1 എന്ന് പറയുന്ന വാല്യൂ എന്താ കിട്ടുക? x1 എന്ന് പറയുന്ന ആക്സിൽ എവിടെ ടച്ച് ചെയ്യുന്നതെന്ന് അറിയാനേ. x2ന് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ 4x1 = 80 എന്നാവും. അതായത് x1 = 20 എന്നാവും. കണ്ടോ? 20. അപ്പോൾ ഇതാണ് എൻ്റെ പോയിൻറ്റ്സ്. 0, 40, 20, 0. 20, 0 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പം എൻ്റെ കയ്യിൽ സ്കെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുവാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്തേ വരച്ചു? ഈ ലൈനാണ് ഇപ്പോൾ എൻ്റെ എന്ത് കൺസ്ട്രെയിൻറ്റ്? 4x1 + 2x2 = 80 എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിനെ ഞാൻ ഫിഗറിൽ വരച്ചു. ഇനി എൻ്റെ രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്താ കുഞ്ഞുങ്ങളെ? 2x1 + 5x2 = 180. ഓക്കെ, 2x1 + 5x2 = 180 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ x1 x2 എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇനി എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയാൽ അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ഞാനൊന്നും പറയേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ അങ്ങ് ചെയ്തോളേ.
x1-അടുത്ത് 0 കൊടുക്കണം, അടുത്ത x2-ന് 0 കൊടുക്കണം. x1-ന് 0 കൊടുത്തപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? 5x2 is equal to 180. അപ്പം x2 എന്ന് പറയുന്നത് 180/5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 36 എന്ന് കിട്ടും. അപ്പോൾ 0,36 എന്ന് പറയുന്നത് എവിടെ കുഞ്ഞുങ്ങളെ വരിക? 0,36. ഇവിടെ 0,13, ഇത് 0,40 ആണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പോയിൻ്റ് ആയിരിക്കും 0,36. ഓക്കെ, ഈ ഒരു പോയിൻ്റ്. അടുത്ത x2-ന് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? 2x1 is equal to 180. അപ്പം x1 is equal to 180/2 എന്ന് പറയുമ്പം 90. സോ ഇവിടെ വരേണ്ടത് 90 ആണ്. അപ്പോൾ 90,0 എന്ന് പറയുന്നത് 90,0 എന്നത് 20,0, അടുത്തത് 30,0, അടുത്ത് ഇവിടെയാണെങ്കിലോ 40,0, അടുത്ത് 50,0. ഇങ്ങനെ പോയി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? 90,0 എന്നുള്ള പോയിന്റ് വരുന്നത്. ഈ രണ്ടാൾക്കാരെയും കൂടെ കണക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്? ആ ലൈൻ വരയ്ക്കുകയാണ്. 90,0 ലൈൻ വരച്ചു. കണ്ടോ? ഈ ലൈനിൻ്റെ പേരാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്തുവാണ്? 2x1 + 5x2 is equal to 180 എന്ന് പറയുന്ന ലൈൻ എന്ത് വരച്ചു. ഇനി എന്തെങ്കിലും ഫിഗർ വരയ്ക്കാനുണ്ടോ? ഇല്ല, ആകെ ഈ രണ്ടാൾക്കാരും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പടം നമുക്കെപ്പോഴും 2 കൺസ്ട്രെയിൻ്റുള്ള സാധനങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ 2 ഫിഗറും വരച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് നമുക്ക് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള LPP എടുത്ത് എഴുതി. ആ LPPയിലെ കൺസ്ട്രെയിൻ്റ് എടുത്ത് അതിൽ ഒരു വേരിയബിളിന് 0 കൊടുത്ത് മറ്റേ ആളെ കണ്ടുപിടിച്ചു. അതുപോലെ രണ്ടാമത്തെ വേരിയബിളിന് 0 കൊടുത്ത് ആദ്യത്തെ ആളെ കണ്ടുപിടിച്ചു. അത് പോയിന്റ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു നമ്മൾ ഫിഗർ വരച്ചു. ഫിഗർ വരച്ചിട്ട് ഇനി നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള റീജിയൻ, ഈ 2 പേരും കൂടി ചേർന്നിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ എന്ന് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിനിലേക്ക് നോക്കുക. << എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ താഴേക്ക് എടുക്കുക. > എന്ന് പറയുകയാണെങ്കിൽ ഒരു ലൈനിൻ്റെ മുകളിലേക്കാണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് ലൈൻ 4x1 + 2x2 is equal to 80. ആ ലൈൻ ഈ ഓറഞ്ച് കളറിലുള്ള ലൈനിൻ്റെ താഴേക്കുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഈ 2 പച്ച കളറിൽ കൊടുത്തേക്കുന്ന ആക്സിസും ഈ ഓറഞ്ച് കളറിനകത്തുള്ള ഈ പോർഷൻ, ഞാനിപ്പോൾ ഡോട്ട് ഇടാത്തത് നമുക്കത് കണ്ടു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പും വരുന്നുണ്ട്. അപ്പോൾ അതും അതിനകത്ത് ഇൻക്ലൂഡ് ആണേ. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്തുവാണ്? നമുക്ക് << എന്ന് നടക്കണേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഈ ബ്രൗൺ കളറിൽ വരച്ചേക്കുന്ന ലൈനിൻ്റെ താഴേക്ക്, എന്ന് പറയുന്നത് ഈ റീജിയൻ വരുന്നുണ്ട്, ഈ റീജിയനും വരുന്നുണ്ട്. അതുപോലെ ആദ്യം പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഓറഞ്ച് കളറിൻ്റെ താഴേക്കുള്ള ഈ റീജിയനും വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വന്ന റീജിയൻ ഏതാ? ഈ 2 ലൈനിൻ്റെയും താഴെ വന്ന പോർഷൻ ഏതാ? ഈ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ എടുക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? കുഞ്ഞു ട്രയാങ്കിൾ എടുത്താനുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഓറഞ്ച് ലൈനിൻ്റെ താഴെയാണ്, പക്ഷേ ഈ ബ്രൗൺ കളർ ലൈനിൻ്റെ മുകളിലാണ്. << എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൈനിൻ്റെ താഴെ വരാൻ പാടത്തുള്ളൂ. അപ്പോൾ ഈ റീജിയൻ എന്താ ടീച്ചർ എടുക്കാത്ത? ഈ റീജിയൻ എടുക്കുമ്പോൾ കുഴപ്പം ബ്രൗൺ കളർ ലൈനിൻ്റെ താഴെയാണ്. അതായത് നമ്മുടെ ഈ 2x1 + 5x2 = 180 എന്ന് പറയുന്ന ലൈനിൻ്റെ << എന്ന് പറയുമ്പോൾ താഴെ വന്നു. ഈ റീജിയൻ ഈ പർട്ടിക്കുലർ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ട്രയാങ്കിൾ ഓറഞ്ച് കളറിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ > ആയിരുന്നെങ്കിൽ എനിക്കിത് എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ കൺസ്ട്രെയിൻറ്റ് എന്താ? <<, അതുകൊണ്ട് ഈ റീജിയൻ എടുക്കാൻ പറ്റില്ല. രണ്ടും <> വരുന്ന കേസ്, കോമൺ ആയിട്ട് വരുന്ന കേസ് എന്താണ്? ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷനിൽ മാത്രമാണ് 2 പേരും കോമൺ ആയിട്ട് <> എന്ന് വരുന്നത്. ഇനി നമ്മുടെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു പേര് കൊടുക്കണം. ഒരു റീജിയൻ, ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീസിബിൾ റീജിയന് നമ്മൾ പേരിടും. ആ പേരിടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒറിജിൻ ആയതുകൊണ്ട് ഈ ആളെ A. ഇനി ഇത് നോക്കിയോ, ഇവിടെ ഒരു പോയിന്റ് വരുന്നില്ല, കണ്ടുപിടിച്ചിട്ടില്ല, എന്നാൽ അയാൾക്ക് ഞാൻ കൊടുക്കുകയാണ് B. ഈ പോയിന്റ് ഞാൻ കൊടുക്കുകയാണ് C. ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള O അറിയാം, A അറിയാം, C അറിയാം, B നിങ്ങൾക്കറിയില്ല. Oയും Aയും Cയും Bയും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. O എന്ന് പറയുന്ന പോയിന്റ് എന്താ കുഞ്ഞുങ്ങളെ? അത് ഒറിജിൻ ആയിരുന്നു, 0,0. A എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു? 20,0. B എന്ന് പറയുന്നത് എനിക്കറിയില്ല, C എനിക്കറിയാം, 0,36. അപ്പം B എന്ത് ചെയ്യണം? B ? കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ B കണ്ടുപിടിക്കും? B കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതും എക്സാമിന് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പറയുവാണ്. ഈ B എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയുണ്ടായി? 2 ലൈൻ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 ലൈൻ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തുണ്ടായതാണ് B. ഏതൊക്കെയായിരുന്നു ആ ലൈൻ? നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് 4x1 + 2x2 is equal to 80, ഇക്വേഷൻ 1. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് 2x1 +
5x2 is equal to 180. ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കണക്റ്റ് ജോയിൻ്റ് ആയി കണ്ട ഇൻ്റർസെക്റ്റ് ചെയ്തപ്പം ഈ ലൈൻ ഇങ്ങനെ പോയി കോഡ് ഇരുന്നപ്പോൾ അവിടെ ഓൾറെഡി ഒരു ലൈൻ ഉണ്ടായിരുന്നു, അതിൽ പോയി ഇൻ്റർസെക്റ്റ് ചെയ്തു. ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് ബി. അപ്പോൾ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഇനി കാൽക്കുലേറ്ററിൽ ഇത് ഇക്വേഷൻ രണ്ട് വേരിയബിളുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ആൻസറിലേക്ക് എത്താം. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ എൻ്റെ ഇക്വേഷൻ 1 ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ 4 ആയിരുന്നു എൻ്റെ x1ൻ്റെ കോയിഫിഷ്യൻ. ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ x1ൻ്റെ കോയിഫിഷ്യൻ 2. ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കിതിവിടെ എന്ത് വരും, 4x1 വരും. അപ്പോൾ ഇതിനെ എനിക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ സോൾവ് ചെയ്യണം എനിക്കൊരു നിർബന്ധമില്ല. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x1 x2 എന്ന് പറയുന്ന വാല്യൂ ഓർഡർഡ് പെയർ ആയിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങൾ കയ്യിലുള്ള കാൽക്കുലേറ്റർ എന്താണോ ആ മോഡൽ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അതിലെങ്ങനെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കിയാൽ അത് രണ്ട് വേരിയബിളിൻ്റെ അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുവാണേ. 2 × 2 ഇക്വേഷൻ 2. അപ്പം 2x1 എന്നുള്ളത് 4x1 എന്നാവും, 5x2 എന്നുള്ളത് 10x2 എന്നാവും, ഇസ് ഈക്വൽ ടു 180 എന്നുള്ളത് 360 എന്നാവും. ഇത് ഇക്വേഷൻ 2. ഓക്കെ, ഈ രണ്ടാൾക്കാരെയും കൂടെ ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 4x1ഉം 4x1ഉം കൂടെ പോകും 0, 2x2ഉം 10x2ഉം കൂടെ പോകുമ്പം -8x2. ഓക്കെ, അടുത്ത് നോക്കിയേ, 360 - 80 എന്ന് പറയുമ്പോഴേക്കും -280 ആണ്. ഇവിടെ 360ക്കാണ് മൈനസ് ഇവിടെ, ഞാൻ ഇതിൽ നിന്ന് ഇതിനല്ലേ മൈനസ് ചെയ്തത്. അപ്പം 280 ഡിവൈഡഡ് ബൈ 8 ചെയ്യുവാണെങ്കിൽ നമുക്ക് 35 എന്ന് കിട്ടും. x2 is equal to 35 എന്ന് കിട്ടുന്നുണ്ട്. അതുപോലല്ലോ നമുക്ക് x1 കൂടെ ഫൈൻഡ് ചെയ്യണം. സോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 35 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചോളൂ. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എങ്ങനെയായി മാറും, 4x1 + 2 × 35 എന്ന് പറയുമ്പോഴേക്കും 70 is equal to 80. ഓർ 4x1 is equal to 80 - 70 എന്ന് പറയുന്നത് 10. ഓർ x1 is equal to 10 ഡിവൈഡഡ് ബൈ 4. x1 is equal to 10/4 എന്ന് പറഞ്ഞാൽ അത് 2.5 ആണ്. അപ്പോൾ എനിക്ക് x1ഉം x2ഉം കിട്ടി. x1 x2 എന്ന് പറയുമ്പോൾ എൻ്റെ പുതിയ പോയിൻ്റ് എന്തുവാണ്, 2.5, 35 ആണ് എൻ്റെ അടുത്ത പോയിൻ്റ്. ഇവിടെ കണ്ടുപിടിക്കാനുണ്ടായിരുന്ന പോയിൻ്റ് എന്തുവായിരുന്നു, 2.5, 35 എന്ന് കിട്ടി. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഒപ്റ്റിമം സൊല്യൂഷനാണ്. ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തുവാണ്, ഇവിടെ കണ്ടോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ പറഞ്ഞേക്കണേ മാക്സിമൈസ് ഇസഡ് എന്ന്. അപ്പോൾ അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എന്താ, മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3x1 + 4x2. അതെ, ഞാൻ ഇതിപ്പോൾ ഒരു പേപ്പർ ചെയ്തുകൊണ്ട് ഇത് വേണ്ട, ഇത് പോയിന്റ് മാത്രം കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വിചാരിക്കരുത്, ഇത് ഈ ടേബിൾ വരയ്ക്കുന്നതിന് മുന്നേ ഈ ഗ്രാഫ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിങ്ങനെ നമ്മൾ ഏതൊക്കെ ലൈനാണ് ഇൻ്റർസെക്റ്റ് ചെയ്യണേ ആ രണ്ട് ലൈനും കൂടെ ചേർന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് ഫൈൻഡ് ചെയ്യണം. പോയിന്റ് ഫൈൻഡ് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ ടേബിളിനകത്ത് മാർക്ക് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യത്തെ പോയിന്റ് മാക്സിമൈസ് ആദ്യത്തെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ആദ്യത്തെ പോയിന്റ് 0,0 അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × 0 0 + 4 × 0 0 എന്ന് കിട്ടി. രണ്ടാമത്തെ പോയിന്റ് 20 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 3 × 20 + 4 × 0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്, 3 × 20 എന്ന് പറയുമ്പോൾ എനിക്ക് ആൻസർ 60 എന്ന് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അടുത്തതാണെങ്കിലോ 3 × 0 + 4 × 36 വിച്ച് ഈസ് ഈക്വൽ ടു 144 എന്ന് വരുന്നുണ്ട്. ഓക്കെ, അടുത്താണെങ്കിലോ 3 × 2.5 + 4 × 35 എന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 147.5 എന്നാണ് പറയുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ മാക്സിമൈസ് ഇസഡ് എന്നാണ്. ഇതിൽ മാക്സിമം വാല്യൂ തന്നത് ഏതാ കുഞ്ഞുങ്ങളെ, മാക്സിമം വാല്യൂ തന്നത് 147.5 അല്ലേ നിങ്ങളുടെ മാക്സിമം വാല്യൂ. അപ്പോൾ നമ്മൾ ഇതെന്തേ ഫോർ ദ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈസ് 147.5 അറ്റ് ദ പോയിൻറ്റ് 2.5, 335. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ദെയർഫോർ ദ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് അല്ലെങ്കിൽ മാക്സിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 147.5 അറ്റ് ദ പോയിൻറ്റ് 2.5, 35. ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം
ആൻഡ് LPP എന്ന് പറഞ്ഞാൽ പടം വരച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനകത്തുള്ള ഫീസിബിൾ ആയിട്ടുള്ള റീജിയൻ ഫൈൻഡ് ചെയ്യണം. ഈ രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന ഈ രണ്ട് റീജിയനും ബൗണ്ട് ചെയ്ത് വരുന്ന ഒരു കോമൺ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വെർട്ടെക്സുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു ABCD. ആ വെർട്ടെക്സിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുന്നു. മിനിമം ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും മിനിമം വാല്യൂ വന്ന 0 ആണ്. അപ്പോൾ 0 0 ആണ് ഇവിടുത്തെ മിനിമം വാല്യൂ. മാക്സിമൈസ് എന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സൊല്യൂഷൻ പടം വരയ്ക്കുന്നതിന് മുമ്പ് കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ആയാലും ഗ്രേറ്റർ ദാൻ ആയാലും നമ്മൾ അതിന് ഈക്വൽ ടു എന്നാക്കിയിട്ടാണ് പടം വരയ്ക്കാറ്. പക്ഷേ കൺസ്ട്രെയിൻറ്റ് മാർക്ക് ചെയ്യുമ്പം ഗ്രേറ്റർ ദാൻ വരികയാണെങ്കിൽ പടത്തിൻ്റെ മുകളിലും ലെസ് ദാൻ വരുവാണെങ്കിൽ പടത്തിൻ്റെ താഴെയും. ഓക്കെ, കൂടുതൽ പ്രോബ്ലം എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 പ്രോബ്ലം മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് എഴുതിയിട്ടുണ്ട്. സോൾവ് LPP ഗ്രാഫിക്കലി. മാക്സിമൈസ് Z is equal to 15x1 plus 10x2 subject to 4x1 plus 6x2 less than or equal to 360, 3x1 less than or equal to 180, 5x2 less than or equal to 200. രണ്ട് വേരിയബിളുള്ള x1 x2 അത് ഗ്രേറ്റർ ദാൻ or equal to 0 ആണ്. അപ്പം ഗ്രാഫിക്കലി എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട, ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. കൺസ്ട്രെയിൻ്റ് ആണ് നമ്മുടെ മെയിൻ താരം. കൺസ്ട്രെയിൻറ്റിനെ ഈക്വൽ ടു എന്നാക്കിക്കൊള്ളണം. അപ്പം 4x1 പ്ലസ് 6x2 ഈസ് ഈക്വൽ ടു 360. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതി. ഓക്കെ, ഈ ഇക്വേഷൻ്റെ എന്ത് ചെയ്യണം, എനിക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഗ്രാഫ് വരച്ച് വെക്കുകയാണ്. ഇവിടെ x1ഉം x2ഉം ഞാൻ പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ നോക്കിക്കേ, ഗ്രാഫിലേക്ക് വേണ്ടിയിട്ട് x1 x2 എന്ന് പറഞ്ഞ് ടേബിൾ ഇട്ടു. ആ ടേബിളിൽ ഒരെണ്ണം x1ന് 0 കൊടുത്തു, അടുത്തത് x2ന് 0 കൊടുത്തു. x1ന് 0 കൊടുക്കുമ്പോൾ 6x2 ഇസ് ഈക്വൽ ടു 360 എന്നാണ് വരുന്നത്. അപ്പോൾ x2 ഇസ് ഈക്വൽ ടു എത്ര വരും, 60 എന്ന് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് 0,60. 0,60 എന്ന് പറയുന്നത് ഏത് ആക്സിസിലാണ് മാർക്ക് ചെയ്യേണ്ടത്, x2 എന്ന് പറയുന്ന ആക്സിസിലാണ്. സപ്പോസ് ഇത് 0,10 ആണെങ്കിൽ ഈ പോയിൻ്റ് 0,20, അടുത്ത പോയിൻ്റ് 0,30, അടുത്ത പോയിൻ്റ് 0,40 ആൻഡ് അടുത്ത പോയിൻ്റ് 0,50 ആൻഡ് അടുത്ത പോയിൻ്റാണ് 0,60. അപ്പോൾ എനിക്ക് 0,60 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ വന്നു, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അടുത്തെന്താ, x2ന് 0 കൊടുക്കുമ്പോൾ ഇത് 4x1 ഇസ് ഈക്വൽ ടു 360 എന്നാവുകയാണ്. അപ്പം x1 ഇസ് ഈക്വൽ ടു 90 എന്ന് വരും. അപ്പോൾ എൻ്റെ പോയിൻ്റ് 90,0 എന്നാണ് വരുന്നത്. അപ്പോൾ 90,0 എന്ന് പറഞ്ഞ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതെന്ത് പോയിൻ്റാണ്, ഇത് 10,0. അടുത്ത പോയിൻ്റ് ആണെങ്കിൽ 20,0. അതിൻ്റെ അടുത്ത പോയിൻ്റ് 30,0. അതിൻ്റെ അടുത്ത പോയിൻ്റ് 40,0. അങ്ങനെ പോയി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, 90,0 വരുന്നത്. സോ ഇതാണ് എൻ്റെ അടുത്ത പോയിൻ്റ്, മാർക്ക് ചെയ്ത് വെച്ചു. 90,0യും എന്തുവാണ് 0,16. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഞാൻ അതേ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണ്. ഈ ലൈൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു, 4x1 പ്ലസ് 6x2 ഇസ് ഈക്വൽ ടു 360. ഓക്കെ, ആ ലൈൻ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ജോലി കഴിഞ്ഞു, കൺസ്ട്രെയിൻറ്റ് മാറ്റി നിർത്തി. അടുത്ത് രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റിന് 3x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ഞാൻ 3x1 ഇസ് ഈക്വൽ ടു 180 എന്നാക്കി. കാരണം ലെസ് ദാൻ എന്നൊരു ഈക്വൽ ടു മാറ്റണമെന്നാണല്ലോ. 3x1 ഇസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞാൽ എന്താ, x1 ഇസ് ഈക്വൽ ടു 60. x1 ഇസ് ഈക്വൽ ടു 60 എന്ന് പറഞ്ഞാൽ ഇതെവിടെ 40,0. അടുത്ത പോയിൻ്റ് എന്തായിരുന്നു, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 50,0. അതിൻ്റെ അടുത്ത പോയിൻ്റാണ് 60,0. അപ്പോൾ x1 ഇതാണ് x1 ആക്സിസ്. x1 ഈക്വൽ ടു 60 എന്ന് പറഞ്ഞാൽ 60,0. അപ്പോൾ ഇതുപോലെ x1 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നൊക്കെ വന്നാൽ അതിൻ്റെ അർത്ഥം ഇതൊരു പാരലൽ ലൈനാണ്. ഏത് ആക്സിസിന്, x1 ഈക്വൽ ടു എന്നാണ് വരണമെങ്കിൽ x2ന് പാരലായിട്ടുള്ള ലൈൻ. സോ x1 ഈക്വൽ ടു c എന്നൊക്കെ കണ്ട സ്ട്രെയിറ്റ് ലൈനാണ് പാരലൽ ടു ഇപ്പോൾ ഇവിടുത്തെ x2 ആക്സിസിന് പാരലായിട്ട് ആ പോയിൻ്റിൽ കൂടെ ഇപ്പോൾ 60,0 എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ ഞാൻ വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയുന്നത്. x1 ഇസ് ഈക്വൽ ടു 60. അപ്പോൾ ഈ പോയിൻറ്റും എനിക്ക് ഞാൻ മാർക്ക് ചെയ്തു. ഈ പോയിൻറ്റിൽ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമല്ലോ, നമുക്ക് വെർട്ടെക്സ് ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് താരം, അതുകൊണ്ടാണ്. എൻ്റെ അടുത്ത കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് എന്തുവാണ്, 5x2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200നെ 5x2 ഇസ് ഈക്വൽ ടു 200 എന്നാക്കും. അപ്പം x2 ഇസ് ഈക്വൽ ടു 200/5. 200/5 എന്ന് പറയുമ്പോഴേക്ക് എത്ര വരും? 40. x2 ഈക്വൽ ടു 40 എന്ന് പറയുമ്പോൾ 0,40. ഇതാണ് എൻ്റെ താരം. അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ. ഇതേപോലത്തെ സ്ട്രെയിറ്റ് ലൈൻ ആണോ? ഇല്ല. ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. വേറൊരു കളർ എടുക്കാം. നോക്കിക്കേ, ഇതേ ഈ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ദേ വരച്ചു. ഇതാണ് നിങ്ങളുടെ x2 ഇസ് ഈക്വൽ ടു 40 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ ഈ പോയിന്റ് എന്താവും നിങ്ങളെ? ആ പോയിന്റ് എനിക്കിപ്പോൾ ഇവിടെ വേണ്ട, എന്നാലും ഞാൻ വെറുതെ പറയുവാണ്. x1 ഈക്വൽ ടു 60യും x2 ഈക്വൽ ടു 40യും കൂടി ചേർന്നിട്ടുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 60,40 എന്ന് പറയുന്ന പോയിന്റാണ്. ചുമ്മാ പറഞ്ഞതാണ് ആ രണ്ട് ഇൻ്റർസെക്ഷൻ പോയിന്റ്. ഇപ്പോൾ നോക്കിക്കേ, എനിക്ക് എൻ്റെ എല്ലാ കൺസ്ട്രെയിൻസും കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് ഇതിനകത്ത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നാൽ എന്താ എൻ്റെ മീനിങ്? ആ ലൈനിൻ്റെ താഴെ. സോ ഞാൻ ഫസ്റ്റ് ലൈൻ എടുക്കുകയാണ്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? 4x1 + 6x2 ഇസ് ഈക്വൽ ടു 360. ആ ലൈനിൻ്റെ താഴേക്ക് എന്ന് പറയുമ്പോഴേക്കും 4x1 + 6x2 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രീൻ ആയിരുന്നു. ആ ഗ്രീൻ ലൈനിൻ്റെ താഴേക്ക് ഈ റീജിയൻ വരാം, ഈ റീജിയൻ വരാം, ഇത് വരാം. മുകളിലോട്ടല്ലാത്തതുകൊണ്ട് ഇത് വരത്തില്ല. അപ്പോൾ ഇതൊരിക്കലും ഇനി വരത്തില്ല എന്ന് മനസ്സിലായി. അയാളെ ഞാൻ കളഞ്ഞു. ഈ റീജിയൻ വരത്തില്ല, അയാളെ കളഞ്ഞു. ഇങ്ങോട്ടുള്ള ഈ റീജിയനും ഞാൻ കളഞ്ഞു. അപ്പോൾ എന്തൊക്കെ പോസിബിലിറ്റി എനിക്ക് വന്നു? ഈ ട്രയാങ്കിൾ വരാം, ഇത് ട്രയാങ്കിൾ അല്ല, വേറൊരു ഷേപ്പിലുള്ള സംഭവം. ഈ 3 പേരിൽ ആരോ ഒരാളാണ് വരണേന്ന് എനിക്ക് ആദ്യത്തെ കൺസ്ട്രെയിൻറ്റിന് മനസ്സിലായി. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റും എന്തുവാണ്? 3x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180. അതാണ് നമ്മൾ x1 ഇസ് ഈക്വൽ ടു 60 എന്ന് പറഞ്ഞതേ വരച്ചേക്കുന്നത്. അതിൻ്റെ ഏത് സൈഡാണ് എടുക്കേണ്ടത്? ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക, റൈറ്റ് സൈഡ് എടുക്കേണ്ട. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 60യേക്കാളും വലിയ വാല്യൂ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 180നെക്കാളും ഇത് ഡിവൈഡ് ചെയ്തപ്പോഴാണ് x1 ഈക്വൽ ടു 60. അപ്പോൾ 60നെക്കാളും ചെറിയ വാല്യൂ എനിക്ക് വരേണ്ടത്. അപ്പം ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. അപ്പം വീണ്ടും എൻ്റെ പോസിബിലിറ്റി എന്താ? ഈ റീജിയൻ പോയി. ഈ റീജിയനോ ആവാം. ഇപ്പോഴും എനിക്കറിയില്ല ഈ രണ്ട് റീജിയനിൽ ആരാണെന്ന്. ഓക്കെ, മൂന്നാമത്തെ ലൈൻ 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. അതാണ് നമ്മൾ ഈ വരച്ചേക്കുന്ന നീല കളറിലുള്ള ലൈൻ. 200 എന്നുള്ള ഇതിനെ നമ്മൾ ചെറുതാക്കിയിട്ടാണ് x2 ഈക്വൽ ടു 40 എന്നായത് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻ എന്ന് പറയുന്നത് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്നാണ്. ഈ ലൈനിൻ്റെ മീനിങ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്നാണ്. അപ്പം 40നെക്കാളും ചെറുത് താഴേക്കാണ്, ഒരിക്കലും മുകളിലേക്കല്ല. അങ്ങനെ ആലോചിക്കേണ്ടത്. അപ്പം x2 ഇസ് ഈക്വൽ ടു 40 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടി. അതിനേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ താഴേക്കേ വരത്തുള്ളൂ, മുകളിലേക്ക് വരത്തില്ല. അപ്പം ഈ റീജിയനും പോയി. ഇനി എൻ്റെ പോസിബിലിറ്റി ഏത് റീജിയൻ മാത്രമാണ്? ഇതാ ഈ ഒരു റീജിയൻ മാത്രമാണ് എൻ്റെ പോസിബിലിറ്റി. ഞാൻ ഓരോ ലൈനും എടുത്ത് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള റീജിയനെ കട്ട് ചെയ്ത് കളഞ്ഞാണ് വന്നത്. ഈ ഒരു പോർഷൻ എന്തായാലും വരില്ല, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന ഈ ഒരു മാർക്ക് ചെയ്ത റീജിയൻ്റെ ബൗണ്ടറികളെല്ലാം മാർക്ക് ചെയ്യുമ്പോഴേക്കും ഇത് കണ്ടോ, ഇയാളെ O എന്ന് വിളിച്ചു, ഇതിനെ A, ഈ പോയിൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾ മറക്കരുത്. ഇത് B, ഇത് കണ്ടോ C, ഈ പോയിൻറ്റ് D. ഇതിലിപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോയിൻറ്റ് O എന്ന് പറയുന്നത് 00 എന്നറിയാം, A എന്ന് പറയുന്നത് 60,0 എന്നറിയാം, D എന്ന് പറയുന്ന പോയിൻറ്റ് 0,40 എന്നറിയാം. 2 പോയിൻ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. സിയും അറിയില്ല, ബിയും അറിയില്ല. അതൊക്കെ എന്തുവാണ്? ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ്. ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ഫൈൻഡ് ചെയ്യുവാണ്. ആരൊക്കെ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാ? ബി എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 60യും ഈ ഗ്രീൻ കളർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 4x1 + 6x2 ഇസ് ഈക്വൽ ടു 360. ഈ രണ്ടാൾക്കാരും നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അതിൽ x1ൻ്റെ സ്ഥാനത്ത് 60 കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വേറെ വലിയ x1 ഈക്വൽ ടു എന്നൊരു കോൺസ്റ്റൻറ്റ്, അതിനെങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ 4 × x1ൻ്റെ സ്ഥാനത്ത് 60 വരുമ്പോൾ ഇത് 240. 240 + 6x2 ഇസ് ഈക്വൽ ടു 360. അപ്പോൾ 6x2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ x2 ഇസ് ഈക്വൽ ടു 6x2 ഇസ് ഈക്വൽ ടു ഇപ്പോൾ x2 ഇസ് ഈക്വൽ ടു ഈ കിട്ടുന്ന പോയിൻ്റ് എനിക്കിത് കിട്ടുന്നത് 20 എന്നാണ് കിട്ടുന്നത്. കറക്റ്റാണോ നോക്കിക്കേ? 360 - 240 120 എന്ന് വരും. 120 / 6, 120 / 6 എന്ന് പറയുമ്പോഴേക്കും 20 എന്ന് വരും. അപ്പോൾ x2 ഇസ് ഈക്വൽ ടു എനിക്ക് 20 എന്ന് കിട്ടി. സോ എൻ്റെ ഈ പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എന്താ? x1 എന്ന് പറയുന്നത് 60യും x2 എന്ന് പറയുന്നത് 20യും ആണ്. ആ പോയിൻ്റ് എനിക്ക് പുതുതായിട്ട് കിട്ടി. ഇനി എനിക്കൊരു പോയിൻ്റ് ഇവിടെ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ C. അപ്പം ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആരൊക്കെ തമ്മിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്? x2 ഇസ് ഈക്വൽ ടു 40 എന്ന് പറയുന്ന ലൈനും ഏത് ലൈനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ 4x1 + 6x2 ഇസ് ഈക്വൽ ടു 360യുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ x2ൻ്റെ സ്ഥാനത്ത് 40 കൊടുക്കുമ്പോൾ
4x1 plus 6 into 40. 240 is equal to 360. 360 minus 240, 120 divided by 4. അപ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? 30 എന്നാണ് വരുന്നത്. x1 is equal to 4x1 is equal to 120, x1 is equal to 30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 30,40. സോ ഈ പോയിന്റ് എനിക്ക് എന്ത് കിട്ടി? 30,40 എന്ന് കിട്ടി. ഇതെനിക്ക് നേരത്തെ അറിയാം 0,40. എ എന്ന് പറയുന്ന പോയിന്റ് 60,0 എന്നറിയാം. 0 O എന്ന് പറയുന്ന പോയിന്റ് 00 എന്നറിയാം. സോ എനിക്ക് എന്താ വേണ്ടത്? ഒപ്റ്റിമം സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ടേബിൾ വേണം. ഒപ്റ്റിമം സൊല്യൂഷന് വേണ്ടിയിട്ട് പോയിൻറ്റ്സ് ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. എൻ്റെ ഇവിടെ മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 15x1 plus 10x2 എന്നുള്ളതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഒ എന്ന് പറയുന്ന പോയിന്റ് എന്തുവായിരുന്നു? ഒ എന്ന് പറയുന്ന ഒറിജിൻ 0,0. രണ്ടാമത്തെ പോയിന്റ് എ എന്ന് പറയുന്നത് 60,0. അടുത്ത ബി എന്ന് പറയുന്ന പോയിന്റ് 60,20. സി എന്ന് പറയുന്ന പോയിന്റ് 30,40. ഡി എന്ന് പറയുന്ന പോയിന്റ് 0,40. ഇതാണ് നമ്മുടെ പോയിൻറ്റ്സ്. അത് നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1ഉം x2ഉം 0 ആവുമ്പം z is equal to എന്തുവാണ്? അവിടെ 0 ആവുകയാണ്. x1 is equal to 60യും x1 is equal to 60യും x2 is equal to 0 ആവുമ്പം ഇത് z is equal to 15 into 60 plus 10 into 0 0 എന്നാവുകയാണ്. 15 into 60 എന്ന് പറയുമ്പോഴേക്കും ഇത് 900 ആവുകയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ബി എന്ന് പറയുന്നത് x1 എന്ന് പറഞ്ഞാൽ 60യും x2 എന്ന് പറയുന്നത് 20 ആവുമ്പം z is equal to 15 into 60 plus 10 into 20 എന്ന് വരുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1100 എന്നാണ് വരുന്നത്. അടുത്ത z is equal to അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കോണേ. z is equal to 13 14 കൊടുക്കുവാണ്. സോ 15 into 30 plus 10 into 40, 400 plus 450 which is equal to 850 എന്നാണ് വരുന്നത് അതിൻ്റെ ആൻസറും. അടുത്തത് നോക്കിക്കേ, 0,40 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുമ്പോൾ z is equal to 15 into 0 plus 10 into 40 is equal to 400. എനിക്ക് വേണ്ടത് എന്തുവാണ്? മാക്സിമൈസ് ഇസഡ് ആണ്. മാക്സിമം വാല്യൂ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തുവാണ്? ഇവിടെ ഇതാണ് എൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. മാക്സിമം വാല്യൂ 110യും അതിൻ്റെ പോയിൻറ്റ് 60,20. Therefore the maximize z is equal to 1100 and the point is 60,20. അപ്പം കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ഒന്നുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിന് ഗ്രാഫ് ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് എടുത്ത് എഴുതുക. ആ കൺസ്ട്രെയിൻറ്റ് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം ഞാൻ പറഞ്ഞു, എളുപ്പമാണ്, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ആ ഗ്രാഫ് വരച്ചിട്ട് റീജിയൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രാഫിൻ്റെ താഴേക്ക്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ മാത്രം ഗ്രാഫിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമുക്ക് വരുന്ന റീജിയൻ ആദ്യമേ മാർക്ക് ചെയ്ത് വരിക. അപ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ റീജിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെർട്ടെക്സുകളെല്ലാം, അതിൻ്റെ കോർണർ പോയിൻറ്റ്സുകളെല്ലാം മാർക്ക് ചെയ്യുക. ഏതെങ്കിലും കോർണർ പോയിന്റ് കിട്ടാതെ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ലൈൻ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് ആ കോർണർ പോയിന്റ് വന്നെന്ന് നോക്കുക. ആ രണ്ട് ലൈനിനെയും കൂടെ സോൾവ് ചെയ്ത് ആ പോയിന്റ് കണ്ടുപിടിക്കാം. ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മളിതുപോലെ ഒരു ടേബിൾ വരച്ചിട്ട് എല്ലാ പോയിന്റിനും ഇസഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അതിൽ മാക്സിമം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ വന്ന ആളെ നമ്മൾ എടുക്കുക. മിനിമം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മിനിമം വാല്യൂ കിട്ടിയത് ആരാണോ അതാണ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഇത് യൂസ് ആവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനകത്ത് ഈ ഫീസിബിൾ സൊല്യൂഷൻ അല്ലാത്ത കേസുണ്ട്, ഇവിടെ ഗ്രേറ്റർ ദാൻ വരുന്ന കേസുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കിപ്പം എല്ലാം ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇങ്ങനെ പടം വരച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ പാരലൽ ലൈൻസ് ഒക്കെ രണ്ടെണ്ണം വരും. ഒരെണ്ണം ലെസ് ദാൻ ആയിരിക്കും, ഒരെണ്ണം ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അവിടെ നമുക്ക് എല്ലാം ബൗണ്ടറിയും വേണ്ടേ, എല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റീജിയൻ വേണ്ടേ. അപ്പോൾ റീജിയൻ വരില്ല, അതുകൊണ്ട് അവിടെ സൊല്യൂഷൻ ഇല്ല. അങ്ങനത്തെ കേസുണ്ട്, അത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ.